ഇന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജ്മെൻറ്റിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് കോൺസെപ്റ്റ് ഓഫ് റിസ്ക് ആൻഡ് റിട്ടേൺ ആണ്. നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ പലതരം ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ലൈക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഇക്വിറ്റി ഷെയർസ്, പ്രിഫറൻസ് ഷെയർസ്, റിയൽ എസ്റ്റേറ്റ്, ഗോൾഡ് എക്സെട്ര. അങ്ങനെ ഇൻവെസ്റ്റ്മെൻറ്റിന് ഡിഫറെൻറ്റ് ഓൾട്ടർനേറ്റീവ്സ് ഉണ്ട്. അതായത് നമ്മൾ ഡിഫറെൻറ്റ് ഓൾട്ടർനേറ്റീവിൽ ഇൻവെസ്റ്റ് ചെയ്യാന്നുള്ളത് ഡിസ്കസ് ചെയ്തു. ഇനി അങ്ങോട്ട് നമുക്ക് പഠിക്കാനുള്ളത് ക്യാപിറ്റൽ മാർക്കറ്റിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ചിട്ടാണ്. അതായത് സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ലൈക്ക് ഷെയർസ്, ഡിബഞ്ചേഴ്സ്, ഇവയിലൊക്കെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ചാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ്, റിട്ടേൺ. Return is the benefit associated with an investment. When an investor invests in securities, he expects two kinds of return. First one, normal income in the form of dividend or interest. Second one, capital gain. Total return from an investment can be indicated as follows. Total return is equal to income plus price change. ഒരു ഇൻവെസ്റ്റർ ഷെയർ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് സാധാരണയായി 2 ടൈപ്പ് ഇൻകം എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ 2 ടൈപ്പ് റിട്ടേൺ അയാൾ പ്രതീക്ഷിക്കുന്നുണ്ട്. നോർമലി ഷെയറിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എങ്കിൽ കമ്പനി നമുക്ക് ഡിവിഡൻഡ് തരും. ഡിവിഡൻഡ് മീൻസ് പാർട്ട് ഓഫ് പ്രോഫിറ്റിനെയാണ് നമ്മൾ ഡിവിഡൻഡ് എന്ന് പറയുന്നത്. അതായത് കമ്പനീൻ്റെ ഡിസ്ട്രിബ്യൂട്ടഡ് പാർട്ട് ഓഫ് പ്രോഫിറ്റാണ് ഡിവിഡൻഡ്. ഒരു കമ്പനിയിലെ ഷെയറിലാണ് ഒരാൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എങ്കിൽ അയാൾ ആ കമ്പനിയിൽ നിന്ന് ഡിവിഡൻഡ് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അയാൾ ആദ്യം റിട്ടേൺ ആയിട്ട് എക്സ്പെക്റ്റ് ചെയ്യുന്ന ഇൻകം എന്ന് പറയുന്നത് ഡിവിഡൻഡ് ആണ്. അപ്പോൾ റിട്ടേണിൽ ആദ്യം പറയുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, റിട്ടേണിനെ 2ആയി ഡിവൈഡ് ചെയ്യുന്നുണ്ടെന്ന്. ഇൻകം പ്ലസ് പ്രൈസ് ചേഞ്ചിനെയാണ് റിട്ടേൺ എന്ന് പറയുന്നത്. അപ്പോൾ ഷെയറിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഇൻകം എന്ന് പറയുന്നത് ഡിവിഡൻഡ് ആയിരിക്കും. ഇനി സപ്പോസ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഡിബഞ്ചറിലാണെങ്കിൽ നമുക്ക് റിസീവ് ചെയ്യാൻ പോകുന്ന റിട്ടേൺ എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ആയിരിക്കും. അങ്ങനെയാവുന്ന സമയത്ത് അയാൾക്ക് കിട്ടുന്ന റിട്ടേൺ എന്ന് പറയുന്നത് 2 ഫോമിൽ, ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്ക് ഡിവിഡൻഡ് ആയിട്ട് ഇൻകം കിട്ടാം, ഡിബഞ്ചറിലാവുന്ന സമയത്ത് ഇൻട്രസ്റ്റ് ആയിട്ട് നമുക്ക് ഇൻകം കിട്ടും. ഇനി അതുകൂടാതെ നമുക്ക് ക്യാപിറ്റൽ ഗെയിൻ കൂടി റിസീവ് ചെയ്യുന്നുണ്ട്. ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ അസറ്റിൻ്റെ വാല്യൂ, അതായത് ഷെയറിൻ്റെ വാല്യൂ കൂടുന്നുണ്ട്. നോർമൽ കേസിൽ ഞാൻ 10,000 രൂപയ്ക്കാണ് വാങ്ങിയ ഷെയർ എങ്കിൽ ചിലപ്പോൾ വിൽക്കുന്ന സമയമാകുമ്പോഴത്തേക്ക് ആ ഷെയറിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്തിട്ട് 20,000 അല്ലെങ്കിൽ 30,000 ആയി മാറാം. അല്ലെങ്കിൽ ഡിബഞ്ചറിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എങ്കിൽ ഡിബഞ്ചറിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യും. നമ്മൾ വാങ്ങിയ പൈസയേക്കാളും കൂടുതലാണ് പ്രൈസിനാണ് നമ്മൾ വിൽക്കുന്നത് എങ്കിൽ അങ്ങനെ വിൽക്കുന്നതിന് പറയുന്നതാണ്, ആ വിൽക്കുന്ന സമയത്ത് നമുക്കുണ്ടാവുന്ന ബെനിഫിറ്റിന് പറയുന്ന പേരാണ് ക്യാപിറ്റൽ ഗെയിൻ. അതായത് നമ്മുടെ പർച്ചേസ് പ്രൈസും സെല്ലിംഗ് പ്രൈസും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത്. ഇങ്ങനെ വാങ്ങുന്ന സമയത്തെയും വിൽക്കുന്ന സമയത്തെയുമുള്ള പ്രൈസിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ പ്രൈസ് ചേഞ്ച് എന്ന് പറയുന്നത്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള റിട്ടേൺ പോസിറ്റീവ് ആവണമെങ്കിൽ എല്ലാ വർഷവും നമുക്ക് റീസണബിൾ ഇൻകം കിട്ടണം. അതായത് ഇൻ ദി ഫോം ഓഫ് ഡിവിഡൻഡോ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ആയിട്ടോ നമുക്ക് എല്ലാ വർഷവും കൃത്യമായി ഇൻകം കിട്ടിയാൽ മാത്രമേ ഉള്ളൂ നമ്മൾ ഒരു പോസിറ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റിലാണ് റിട്ടേൺ ചെയ്തതെന്ന് പറയാൻ പറ്റുള്ളൂ. അതുമാത്രമല്ല, നമ്മൾ വാങ്ങിയ അസറ്റിൻ്റെ വാല്യൂ, അതായത് പർച്ചേസ് ചെയ്തിട്ടുള്ള സെക്യൂരിറ്റി ആണെങ്കിൽ സെക്യൂരിറ്റീൻ്റെ വാല്യൂ നമ്മൾ വാങ്ങിയതിനേക്കാളും കൂടുകയും വേണം. ഇങ്ങനെ ആവുന്ന സമയത്ത് മാത്രമേ ഉള്ളൂ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് നമുക്കൊരു പോസിറ്റീവ് റിട്ടേൺ കിട്ടുന്നുണ്ട് എന്നുള്ളത് പറയാൻ പറ്റുള്ളൂ. അതല്ല നമ്മൾ ഒരു ഇൻകം എക്സ്പെക്റ്റ് ചെയ്തിട്ടാണ് വാങ്ങുന്നത്, പക്ഷെ നമുക്ക് കൃത്യമായി ഡിവിഡൻഡ് കിട്ടുന്നില്ല, നമ്മൾ നെഗറ്റീവാണ് അല്ലെങ്കിൽ പ്രൈസ് ചേഞ്ച് നെഗറ്റീവ് ആയാണ് പോകുന്നത് എങ്കിൽ അതിനെയാണ് നെഗറ്റീവ് പ്രൈസ് ചേഞ്ച് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, റേറ്റ് ഓഫ് റിട്ടേൺ. റേറ്റ് ഓഫ് റിട്ടേൺ ഈസ് ഈക്വൽ ടു ഇൻകം പ്ലസ് പ്രൈസ് ചേഞ്ച് ഇൻറ്റു 100 ഹോൾ ഡിവൈഡഡ് ബൈ പർച്ചേസ് പ്രൈസ്. അതായത് നമ്മൾ റിട്ടേൺ എക്സ്പ്രസ് ചെയ്യുന്നത്, കിട്ടുന്ന റിട്ടേൺ എക്സ്പ്രസ് ചെയ്യുന്നത് പെർസെൻറ്റേജിലാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത്. റേറ്റ് ഓഫ് റിട്ടേൺ നമ്മുടെ റിട്ടേണിനെ അപ്പം എക്സ്പ്രസ് ചെയ്യുന്നത് പെർസെൻറ്റേജ് ബേസിസിലായിരിക്കും. Calculation of rate of return.
ഒരു പ്രോബ്ലം ഉണ്ട് റേറ്റ് ഓഫ് റിട്ടേൺ കമ്പ്യൂട്ട് ചെയ്യാൻ. പ്രൈസ് അറ്റ് ദി ബിഗിനിങ് ഓഫ് എൻ ഇക്വിറ്റി ഷെയർ ഈസ് ₹140. പ്രൈസ് അറ്റ് ദി end was ₹160. The holder received a dividend of ₹8 per share. Calculate rate of return. റേറ്റ് ഓഫ് റിട്ടേൺ കാണാനുള്ള ഇക്വേഷൻ അപ്പം നോക്കുക. റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത് ഇൻകം പ്ലസ് പ്രൈസ് ചേഞ്ച് ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ പർച്ചേസ് പ്രൈസ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കുക, ബിഗിനിങ്ങിൽ നമ്മൾ ഒരു ഇക്വിറ്റി ഷെയറിൻ്റെ ഫസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 140 ആയിരുന്നു നമ്മൾ വാങ്ങിയ സമയത്ത്. അപ്പോൾ എത്ര പൈസയാണ് ഉണ്ടാവുക? 140 റുപ്പീസ് ആണ് ഉണ്ടായിരുന്നത്. ദെൻ പ്രൈസ് അറ്റ് ദി എൻഡ് വാസ് ₹160. പക്ഷേ ആ ഇയർ അവസാനിക്കുന്ന സമയത്ത് 160 റുപ്പീസ് ഉണ്ട്. അപ്പോൾ പ്രൈസ് ചേഞ്ച്, പ്രൈസിൽ എത്ര ഡിഫറൻസ് വന്നു എന്നുള്ളതിനെയാണ് നമ്മൾ പ്രൈസ് ചേഞ്ച് എന്ന് പറയുന്നത്. 140 രൂപയുള്ള ഷെയറിൻ്റെ വാല്യൂ ഇപ്പോൾ 160 രൂപയായി. അപ്പോൾ 20 റുപ്പീസാണ് പ്രൈസ് ചേഞ്ച് വന്നിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് പറയുന്നത് ദി ഹോൾഡർ റിസീവ്ഡ് എ ഡിവിഡൻഡ് ഓഫ് ₹8 പെർ ഷെയർ. അപ്പോൾ അയാൾക്ക് ഇൻകം ആയിട്ട് കിട്ടുന്നത് എന്താണ്? ഡിവിഡൻഡ് ആണ്. ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുന്ന ഇൻകത്തിന് പറയുന്ന പേരാണ് ഡിവിഡൻഡ്. അപ്പോൾ ഡിവിഡൻഡ് എത്ര കിട്ടിയിട്ടുണ്ട്? 8 പെർ ഷെയർ. 8 ആണ് ഒരു ഷെയറിന് കിട്ടിയിട്ടുള്ളത്. കാൽക്കുലേറ്റ് റേറ്റ് ഓഫ് റിട്ടേൺ. അപ്പോൾ ഇക്വേഷനിൽ ഫസ്റ്റ് വരുന്നത് ഇൻകം ആണ് എഴുതേണ്ടത്. ഇൻകം എന്ന് പറയുന്നത് എത്രയാണ്? 8 ആണ്. 8 പ്ലസ് പ്രൈസ് ചേഞ്ച് 160 ആയിരുന്നു ഇപ്പോൾ ഉള്ളത്. ഫസ്റ്റ് ഇനീഷ്യൽ സ്റ്റേജിൽ 140 ആയിരുന്നു. അപ്പോൾ ഡിഫറൻസ് 20 ഡിവൈഡഡ് ബൈ പർച്ചേസ് പ്രൈസ് എത്രയുള്ളത്? ഇനീഷ്യൽ സ്റ്റേജിലുള്ള പ്രൈസ് 140 ആണ്. ഇൻറ്റു 100. അപ്പോൾ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത് 20% ആണ്. നമുക്ക് ആ സെക്യൂരിറ്റിയിൽ 20% റേറ്റ് ഓഫ് റിട്ടേൺ ആണ് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുക. In the example, the rate of return is 20%. It means that he expects a return of 20% in future also. But actually the future is uncertain. He cannot say that he would be able to earn a 20% return in future. It might be something higher or something less than the return expected by the investor. Since the future is uncertain, the investor has to consider probability of other possible return for the future period. The expected return may either 30%, 40%, 50%, etc. The occurrence of these possible return may also vary. The investor has to consider various factors and has to assign the probability of occurrence to these possible returns. Therefore, we have to calculate expected return by considering the probability of occurrence of each possible returns. നെക്സ്റ്റ് ടോപ്പിക്കാണ് എക്സ്പെക്റ്റഡ് റിട്ടേൺ. നമ്മൾ ഇന്ന് നടത്തുന്ന എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റിനും ഇന്ന് തന്നെ റിട്ടേൺ കിട്ടില്ല. എക്സ്പെക്റ്റഡ്, സപ്പോസ് ഞാൻ ഇന്നാണ് ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എങ്കിൽ, ഞാനൊരു ഷെയർ പർച്ചേസ് ചെയ്യുന്നത് ഇന്നാണ് എങ്കിൽ എനിക്ക് ഇന്ന് തന്നെ റിട്ടേൺ കിട്ടിക്കൊള്ളണമെന്നില്ല. അതിൻ്റെ റിട്ടേൺ എനിക്ക് ഫ്യൂച്ചറിലായിരിക്കും കിട്ടുന്നുണ്ടാവുക. അതുകൊണ്ട് പക്ഷേ ഈ ഫ്യൂച്ചർ എന്ന് പറയുന്നത് അൺസർട്ടൈൻ ആണ്. എക്കണോമിക് കണ്ടീഷൻസ്, മാർക്കറ്റ് കണ്ടീഷൻസ്, അതുപോലെ തന്നെ ബിസിനസ് കണ്ടീഷൻസ്, ഇൻവെസ്റ്റ്മെൻറ്റ് ഫാക്ടേഴ്സ്, ഇതൊക്കെ ഫ്യൂച്ചറിൽ ചേഞ്ച് വരാനുള്ള ചാൻസ് ഉണ്ട്. സോ നമ്മളിപ്പോൾ പ്രതീക്ഷിക്കുന്ന റിട്ടേൺ തന്നെ ഫ്യൂച്ചറിൽ കിട്ടാൻ സാധ്യതയില്ല. നമ്മൾ ഫ്യൂച്ചറിൽ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്ന റിട്ടേണിനാണ് നമ്മൾ എക്സ്പെക്റ്റഡ് റിട്ടേൺ എന്ന് പറയുന്നത്. The expected return of investment is weighted average of all possible return multiplied by their respective probabilities. This can be calculated as follows. X bar equal to sigma xi pi. അതായത് ഒരു പർട്ടിക്കുലർ റേറ്റ് ഓഫ് റിട്ടേൺ കിട്ടാനുള്ള പ്രോബബിലിറ്റി കൂടി നമ്മൾ കൺസിഡർ ചെയ്തിട്ടാണ് റേറ്റ് ഓഫ് റിട്ടേൺ കൺസിഡർ ചെയ്യുന്നത് എങ്കിൽ അതിനെയാണ് നമ്മൾ എക്സ്പെക്റ്റഡ് റിട്ടേൺ എന്ന് പറയുന്നത്. നമ്മുടെ എക്സ്പെക്റ്റേഷനും അതുപോലെ തന്നെ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന പ്രോബബിലിറ്റിയും കൂടി വെച്ചിട്ടാണ് നമ്മൾ
എക്സ്പെക്റ്റഡ് റിട്ടേൺ കമ്പ്യൂട്ട് ചെയ്യുന്നത്. അതിൽ നമ്മൾ ടി എന്ന് പറയുന്നുണ്ട്, ടി ഈസ് ഇക്വൽ ടു 1 എന്ന് പറയുന്നുണ്ട്. ഒരു കൊല്ലം തൊട്ട് n നമ്പർ ഓഫ് ഇയർ വരെ ഇൻവെസ്റ്റ്മെൻറ്റ് റിട്ടേൺ കിട്ടുമെന്ന് എക്സ്പെക്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ എക്സ്പെക്റ്റഡ് റിട്ടേൺ കമ്പ്യൂട്ട് ചെയ്യുന്നത്. ദെൻ എക്സ് ബാർ ഈക്വൽ ടു എക്സ്പെക്റ്റഡ് റിട്ടേൺ. എക്സ്പെക്റ്റഡ് റിട്ടേണിനാണ് സിംബോളിക്കലി റെപ്രസെൻറ്റ് ചെയ്യുന്നത് എക്സ് ബാർ ആണ്. എക്സ് ഐ ഈക്വൽ ടു പോസിബിൾ റിട്ടേൺ ആണ്. പി ഐ ഈക്വൽ ടു പ്രോബബിലിറ്റി അസോസിയേറ്റഡ് വിത്ത് റിട്ടേൺ. Return is in future. Future is always uncertain. So your return is always uncertain. So you have to expect return. അതായത് നമ്മൾ പറഞ്ഞത് തന്നെയാണ്, ഫ്യൂച്ചറിലുള്ള റിട്ടേൺ അൺസർട്ടൻ ആയതുകൊണ്ട് തന്നെ നമ്മളൊരു റിട്ടേൺ എക്സ്പെക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ എക്സ്പെക്റ്റ് ചെയ്യുന്നതിൻ്റെ പ്രോബബിലിറ്റി വെച്ചിട്ടാണ് നമ്മൾ ഫ്യൂച്ചറിലെ റിട്ടേണിൻ്റെ ബേസ് എന്ന് പറയുന്നത്. അപ്പം പ്രോബബിലിറ്റി ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എക്സ്പെക്റ്റഡ് റിട്ടേൺ കമ്പ്യൂട്ട് ചെയ്യുന്നത്. ഒരു പ്രോബ്ലം ഡിസ്കസ് ചെയ്യുന്നുണ്ട് എക്സ്പെക്റ്റഡ് റിട്ടേൺ കമ്പ്യൂട്ട് ചെയ്യുന്നത്. An investment provides a return of 10%, 20%, 30% and 40% with the probabilities of 25, 30%, 50% and 30%. Calculate expected return. Possible return ആണ് x1, xi എന്ന് പറയുന്നത്, probability py, then expected return equal to xi into pi ന്റെ ടോട്ടലിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് എക്സ്പെക്റ്റഡ് റിട്ടേൺ എന്ന് പറയുന്നത്. സിഗ്മ xi into pi is equal to expected return. അപ്പം നമുക്ക് തന്നിട്ടുള്ള പ്രോബബിലിറ്റി ഫസ്റ്റ് കേസിൽ തന്നിട്ടുള്ളത് 25%, ദാറ്റ് മീൻസ് 0.25. പോസിബിൾ റിട്ടേൺ തന്നിട്ടുള്ളത് 10 ആണ്. അപ്പോൾ x1 ഇൻറ്റു p1 ഈസ് ഈക്വൽ ടു 2.50. സെക്കൻഡ് വൺ വരുന്നത് 20 ആണ്. 20 ഇൻറ്റു 0.30 ആണ് പ്രോബബിലിറ്റി വന്നിട്ടുള്ളത്. ഇറ്റ്സ് ഈക്വൽ ടു 6. ദെൻ 30 into 0.15 equal to 4.50. next 40 into 0.30 equal to 12. അപ്പോൾ ഈ എക്സ് ഐ പി ഐൻ്റെ ഓരോന്നിൻ്റെയും നമ്മൾ കണ്ടതിന് ശേഷം അതിൻ്റെ സിഗ്മ കമ്പ്യൂട്ട് ചെയ്യുക. സിഗ്മ ഇതിൻ്റെ ഗ്രാൻഡ് ടോട്ടൽ എടുത്താൽ മതി. ഗ്രാൻഡ് ടോട്ടലാണ് അപ്പോൾ നമ്മുടെ എക്സ്പെക്റ്റഡ് റിട്ടേൺ ഇറ്റ്സ് ഈക്വൽ ടു 25%. അപ്പോൾ എക്സ്പെക്റ്റഡ് റിട്ടേൺ വരുന്നത് 25% ആയിരിക്കും. Next, risk. Any rational investor, before investing his or her investable wealth in stock, analyzes the risk associated with particular stock. The actual return he receives from a stock may vary from his expected return and is expressed in the variability of return. Risk, the dictionary meaning of risk is the possibility of loss or injury. Risk, the possibility of not getting the expected return. The difference between expected return and actual return is called risk in investment. ഒരു റാഷണൽ ഇൻവെസ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കെയർഫുൾ അനാലിസിസ് ഒക്കെ നടത്തിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളിനാണ് റാഷണൽ ഇൻവെസ്റ്റർ എന്ന് പറയുന്നത്. അയാൾ ഒരു കമ്പനിയിലെ ഷെയർ മീൻസ് സ്റ്റോക്ക് ഓർ സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആ സ്റ്റോക്കിന് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള റിസ്ക് എന്തൊക്കെയാണെന്നുള്ളത് അനലൈസ് ചെയ്യും. ഒരു റിസ്ക് അനലൈസ് ചെയ്യുന്നത് ദി ആക്ച്വൽ റിട്ടേൺ ഹി റിസീവ് ഫ്രം എ സ്റ്റോക്ക് മേ വേരി ഫ്രം ഹിസ് എക്സ്പെക്റ്റഡ് റിട്ടേൺ. അതായത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന റിട്ടേൺ തന്നെ നമുക്ക് എപ്പോഴും കിട്ടിക്കൊള്ളണമെന്നില്ല. നമുക്ക് അതിനേക്കാളും കൂടാം കുറയാം. അങ്ങനെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന റിട്ടേണും ആക്ച്വൽ റിട്ടേണും തമ്മിൽ വേരിയബിലിറ്റീസ് വരുന്നുണ്ട്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൽ നിന്ന് ലോസ് ഉണ്ടാവാനുള്ള ചാൻസിനെയാണ് നമ്മൾ സാധാരണയായിട്ട് റിസ്ക് എന്ന് പറയുന്നത്. നമ്മൾ വിചാരിച്ചത്ര പോലും എക്സ്പെക്റ്റഡ് റിട്ടേൺ കിട്ടാത്ത അവസ്ഥയാണ് റിസ്ക് എന്ന് പറയുന്നത്. റിട്ടേൺ ആൻഡ് റിസ്ക് ഈസ് ടു സൈഡ്സ് ഓഫ് എ കോയിൻ. ഇഫ് യു ഹാവ് ടു ഗെറ്റ് റിട്ടേൺ യു ഹാവ് ടു ടേക്ക് റിസ്ക്. നമുക്ക് റിട്ടേൺ കിട്ടണമെങ്കിൽ നമ്മൾ റിസ്ക് എടുക്കാൻ തയ്യാറാവണം. നമ്മൾ നന്നായി റിസ്ക് എടുക്കുന്നുണ്ട് എങ്കിൽ നമ്മുടെ റിട്ടേൺ കൂടും. റിസ്ക് എടുക്കാൻ നമ്മൾ കുറയുന്ന സമയത്ത് നമ്മുടെ റിട്ടേൺ കുറയാണ് ചെയ്യുക. റിസ്ക് കൂടുന്ന സമയത്ത് റിട്ടേൺ കൂടും, റിസ്ക് കുറയുന്ന സമയത്ത് റിട്ടേൺ കുറയും. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് സെക്യൂരിറ്റീസിൽ നിന്ന് നമുക്ക് പല കാരണങ്ങൾ കൊണ്ട് റിട്ടേൺ കുറയാം.
ഈ കുറയുന്ന എല്ലാ കാരണങ്ങളെയും നമുക്ക് റിസ്ക് ആണെന്ന് പറയുന്നത്. ഈ എല്ലാ ഫാക്ടേഴ്സും എക്സ്പെക്റ്റഡ് റിട്ടേണിന് ആക്ച്വൽ റിട്ടേൺ കുറയാനുള്ള എല്ലാ ഫാക്ടേഴ്സിനെയും കൂടി കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ റിസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ അത് മാർക്കറ്റ് റിസ്ക് ആകാം, അല്ലെങ്കിൽ എക്കണോമിക് റിസ്ക് ആകാം, അങ്ങനെയുള്ള എല്ലാ ഫാക്ടേഴ്സും കൂടി കൺസിഡർ ചെയ്തിട്ട് വരുന്നതാണ് റിസ്ക്. ഇൻവെസ്റ്റ്മെൻറ്റ് സിറ്റുവേഷൻ മേ ബി ഹൈ റിസ്ക്, മീഡിയം ആൻഡ് ലോ റിസ്ക് ഇൻവെസ്റ്റ്മെൻറ്റ്. ബൈങ് ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ഈസ് ലോ റിസ്ക്. നമ്മൾ ഗവൺമെൻറ് സെക്യൂരിറ്റീസിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എങ്കിൽ അതിന് റിസ്ക് കുറവായിരിക്കും. കാരണം നമുക്ക് ഫിക്സഡ് എമൗണ്ട് ഓഫ് റിട്ടേൺ എപ്പോഴും അതിൽ നിന്ന് കിട്ടുന്നുണ്ട്. കാരണം ഗവൺമെൻറ് സെക്യൂരിറ്റീസിന് ലോസ് വരാനുള്ള ചാൻസ് ഇല്ല, റെഗുലർ റിട്ടേൺ ഉണ്ടാവും. നമുക്കൊരു ഗ്യാരണ്ടി ഉള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഗവൺമെൻറ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ, ബൈങ് ഷെയർസ് ഓഫ് എൻ എക്സിസ്റ്റിംഗ് പ്രോഫിറ്റ് മേക്കിംഗ് കമ്പനി, മീഡിയം റിസ്ക്. ഇപ്പം നന്നായി ലാഭത്തിൽ പോകുന്ന ഒരു കമ്പനീൻ്റെ ഷെയറാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് എങ്കിലും നമുക്ക് അത് അത്ര റിസ്ക് അല്ല. കാരണം നമുക്ക് മീഡിയം റിസ്ക് മാത്രമേ ഉള്ളൂ. നമ്മളിപ്പോഴത്തെ കമ്പനീൻ്റെ ആ ഷെയർ പ്രൈസ് ഒക്കെ നോക്കിയിട്ട് കമ്പയർ ചെയ്തിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പ്രോഫിറ്റ് മേക്ക് ചെയ്യുന്ന ഉറപ്പ് വരുത്തിയിട്ടാണ് ചെയ്യുന്നത്. അത് വേറെ എന്തെങ്കിലും ചാൻസ് വരികയാണെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ആ കമ്പനിയിൽ ലോസ് ഉണ്ടാവാനുള്ള ചാൻസ്, റിട്ടേൺ കുറയാനുള്ള ചാൻസ് ഉള്ളൂ. സോ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒരു മീഡിയം റിസ്ക് ആണ്. പക്ഷെ ഒരു പുതിയ കമ്പനിയിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എങ്കിൽ അത് നമുക്ക് ഹൈ റിസ്ക് ആണ്. കാരണം നമുക്കറിയില്ല ആ കമ്പനീൻ്റെ പാസ്റ്റ് പെർഫോമൻസ് നോക്കാൻ നമുക്ക് ഡാറ്റാസ് ഇല്ല, ഒന്നുമില്ല. നമ്മൾ ഒരു റിസ്ക് എടുത്തിട്ടാണ് അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെയാവുന്ന സമയത്ത് ആ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്, ന്യൂ കമ്പനീസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത് ഹൈ റിസ്ക് ആണ്. നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഹൈലി റിസ്കി ആയിട്ടുള്ള വെഞ്ചറിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളതെന്ന് പറയാൻ പറ്റും. ടു അണ്ടർസ്റ്റാൻഡ് കോൺസെപ്റ്റ് ഓഫ് റിസ്ക് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്, കൺസിഡർ റിട്ടേൺ ജനറേറ്റഡ് ബൈ ടു ഇക്വിറ്റി സ്റ്റോക്സ്. നമുക്ക് റിസ്കിൻ്റെ കോൺസെപ്റ്റ് ഒന്നുകൂടി വ്യക്തമായി മനസ്സിലാക്കാൻ താഴെ തന്നിട്ടുള്ള 2 കമ്പനീൻ്റെ സ്റ്റോക്കിൻ്റെ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് പറയുന്നത്. അതൊന്ന് ചെക്ക് ചെയ്യാം. 2 കമ്പനി തന്നിട്ടുണ്ട്, സ്റ്റോക്ക് എ, സ്റ്റോക്ക് ബി. നമ്മൾ സ്റ്റോക്ക് എയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്തുള്ള റിട്ടേൺ തന്നിട്ടുണ്ട്, സ്റ്റോക്ക് ബിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന റിട്ടേൺ തന്നിട്ടുണ്ട്. സ്റ്റോക്ക് എയുടെ റിട്ടേൺ 25%, ദെൻ 12% ആണ് കിട്ടുന്നത്, ദെൻ 4%, ദെൻ 22% ആൻഡ് 7%. അപ്പം അവിടെ വേരിയബിലിറ്റി എന്ന് പറയുന്നത്, റിട്ടേണിൻ്റെ വേരിയബിലിറ്റി വളരെ വലുതാണ്. രണ്ടാമത്തെ കേസിൽ വരുമ്പം സ്റ്റോക്ക് ബിയിൽ 16%, 13%, 11%, 17% ആൻഡ് 13%. സ്റ്റോക്ക് എയുമായി കമ്പയർ ചെയ്യുന്ന സമയത്ത് സ്റ്റോക്ക് ബി അത്ര റിസ്കി അല്ല. സ്റ്റോക്ക് എയിൽ റിട്ടേൺ വേരിയബിലിറ്റി വളരെ കൂടുതലാണ്, അതുകൊണ്ട് തന്നെ അവിടെ റിസ്ക്കും കൂടാനുള്ള ചാൻസ് ഉണ്ട്. ഹിയർ ബോത്ത് സ്റ്റോക്സ് പ്രൊവൈഡ് ആവറേജ് റിട്ടേൺ ഓഫ് 40% ഡ്യൂറിങ് 5 ഇയർ പീരീഡ്. 5 വർഷത്തെ പീരീഡ് ആയിരുന്നു തന്നിട്ടുള്ളത്. ഈ 5 പീരീഡിലും 2 റിട്ടേണിലും 2 സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴും നമുക്ക് കിട്ടുന്ന റിട്ടേൺ എന്ന് പറയുന്നത് 14% ആണ്. പക്ഷേ നമുക്കറിയാം, നോക്കുന്ന സമയത്ത് തന്നെ മനസ്സിലാവുന്നുണ്ട് സ്റ്റോക്ക് എയിലെ റിട്ടേൺ വൈഡായിട്ട് ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നുണ്ട്. സോ ഹയർ റിസ്ക് ആണ് സ്റ്റോക്ക് എയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത്. നെക്സ്റ്റ് വരുന്നതാണ് ടൈപ്പ് ഓഫ് റിസ്ക്. ടൈപ്പ് ഓഫ് റിസ്ക്, ടോട്ടൽ റിസ്ക് ഈക്വൽ ടു സിസ്റ്റമാറ്റിക് റിസ്ക് പ്ലസ് അൺസിസ്റ്റമാറ്റിക് റിസ്ക്. നമ്മൾ നേരത്തെ പറഞ്ഞു, റിസ്ക് എന്ന് പറയുന്നത് മാർക്കറ്റിൽ വരുന്ന കുറേ ഫാക്ടേഴ്സ്, നമ്മൾ എക്സ്പെക്റ്റഡ് റിട്ടേൺ കിട്ടാതിരിക്കുന്ന കുറേ ഫാക്ടേഴ്സ്. നമ്മൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു റിട്ടേൺ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ആ റിട്ടേൺ നമുക്ക് കിട്ടാതിരിക്കാൻ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ഈ ഫാക്ടേഴ്സിനെ എല്ലാം കൂടിയാണ് നമ്മൾ റിസ്ക് എന്ന് പറയുന്നത്. ഈ റിസ്കിനെ നമുക്ക് 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം, സിസ്റ്റമാറ്റിക് റിസ്ക് ആൻഡ് അൺസിസ്റ്റമാറ്റിക് റിസ്ക്. നമ്മളെ ഫാക്ടേഴ്സിനെ തന്നെ നമ്മൾ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത് സിസ്റ്റമാറ്റിക് റിസ്ക്കും അൺസിസ്റ്റമാറ്റിക് റിസ്ക് എന്ന് പറയുന്നിട്ട്. അതായത് ഒരു സെക്യൂരിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്തുള്ള ടോട്ടൽ റിസ്കിനെ 2ആയിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, സിസ്റ്റമാറ്റിക് റിസ്ക് ആൻഡ് അൺസിസ്റ്റമാറ്റിക് റിസ്ക്. Systematic risk. The systematic risk is caused by factors external to a particular company and controllable by company. The systematic risk affects the market as a whole. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന കമ്പനീനെ അല്ലാതെ മൊത്തത്തിൽ ഒരു ഇൻഡസ്ട്രീനെ തന്നെ, എക്കണോമീനെ തന്നെ അഫക്റ്റ് ചെയ്യുന്ന റിസ്കിനെയാണ് നമ്മൾ സിസ്റ്റമാറ്റിക് റിസ്ക് എന്ന് പറയുന്നത്. അതായത് occurrence of certain events affect all companies, firms at the same time is called systematic risk, such as events like inflation, war,
fluctuating in interest rate, etc. That will affect all industries at the same time. This is known as systematic risk. ഫോർ എക്സാമ്പിൾ നമ്മുടെ ഇപ്പോഴത്തെ കൊറോണ എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ ബിസിനസ്സിനെ അല്ല അഫക്റ്റ് ചെയ്തിട്ടുള്ളത്, അത് എൻ്റയർ എക്കണോമീനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ വരുന്ന റിസ്കിനെയാണ് നമ്മൾ സിസ്റ്റമാറ്റിക് റിസ്ക് എന്ന് പറയുന്നത്. നമുക്കത് ഡൈവേഴ്സിഫൈ ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ ഡൈവേഴ്സിഫൈ ചെയ്യാൻ പറ്റാത്ത എൻ്റയർ എക്കണോമീനെ അഫക്റ്റ് ചെയ്യുന്ന എല്ലാ കമ്പനീസിനെയും ബാധിക്കുന്ന റിസ്കിനെയാണ് നമ്മൾ സിസ്റ്റമാറ്റിക് റിസ്ക് എന്ന് പറയുന്നത്. ഇവിടെ സ്പെസിഫൈ ചെയ്യുന്നുണ്ട് കോസ്ഡ് ബൈ ഫാക്ട് എക്സ്റ്റേണൽ ടു എ പർട്ടിക്കുലർ കമ്പനി. ഒരു പർട്ടിക്കുലർ കമ്പനീൻ്റെ കൺട്രോളിലല്ല കാര്യങ്ങളുള്ളത്, അത് മൊത്തം എക്കണോമിയിലെയും അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് സിസ്റ്റമാറ്റിക് റിസ്കിൽ വരുന്നത്. സോ ഇങ്ങനെയുള്ള റിസ്ക് ആയതുകൊണ്ട് തന്നെ സിസ്റ്റമാറ്റിക് റിസ്കിനെ നമുക്ക് അൺഡൈവേഴ്സിഫയബിൾ റിസ്ക് എന്നും കൂടി പറയാം. ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് അൺഡൈവേഴ്സിഫയബിൾ റിസ്ക്. കാരണം നമുക്ക് വേറെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷനിലേക്ക് പോകാൻ പറ്റില്ല, ഡൈവേഴ്സിഫൈ ചെയ്തിട്ട് കാര്യമില്ല. കാരണം എൻ്റയർ എക്കണോമീനെ ഈ റിസ്ക് അഫക്റ്റ് ചെയ്യും. Systematic risk related to volatility due to a particular market or economy. Systematic risk originated from uncontrollable forces and is therefore not unique to the stock of a company. It affects all stocks in the market. Next, unsystematic risk. In case of unsystematic risk, the factors are specific, unique and related to a particular industry or company. Unsystematic risk is also called diversifiable risk. Diversification can eliminate unsystematic risk from a portfolio. Two common sources of unsystematic risk are business risk and financial risk. അതായത് ഒരു കമ്പനിയോനെയോ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഇൻഡസ്ട്രീനെയോ മാത്രം അഫക്റ്റ് ചെയ്യുന്ന റിസ്കിനെയാണ് നമ്മൾ അൺസിസ്റ്റമാറ്റിക് റിസ്ക് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ റിസ്ക് നമുക്ക് ഡൈവേഴ്സിഫിക്കേഷനിലൂടെ മിനിമൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അൺസിസ്റ്റമാറ്റിക് റിസ്കിൻ്റെ എക്സാമ്പിളാണ് ബിസിനസ് റിസ്ക്, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ റിസ്ക് എന്നൊക്കെ പറയുന്നത്. സപ്പോസ് ഒരു കമ്പനിയിൽ എംപ്ലോയീസ് സ്ട്രൈക്ക് ചെയ്യുക, അതൊരു ബിസിനസ് റിസ്ക് ആണ്. അങ്ങനെയുള്ള സമയത്ത് നമ്മൾ എക്സ്പെക്ട് ചെയ്ത റിട്ടേൺ കിട്ടിക്കൊള്ളണമെന്നില്ല. അങ്ങനെയാവുന്ന സമയത്ത് നമുക്ക് ആ കമ്പനിയിലെ ഷെയറിൻ്റെ അകത്തുനിന്ന് ഷെയർ സെല് ചെയ്തിട്ട് വേറെ കമ്പനിയിലേക്ക് മാറാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ഡൈവേഴ്സിഫിക്കേഷൻ പോസിബിൾ ആണ്. സോ നമുക്ക് പറയാം ഡൈവേഴ്സിഫിക്കേഷൻ ഒരു പോർട്ട്ഫോളിയോൻ്റെ അകത്തുനിന്ന് അൺസിസ്റ്റമാറ്റിക് റിസ്കിനെ എലിമിനേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്.